ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നൊരു കാരമൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് കാരമൽ പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, പാല് പിരിഞ്ഞു പോകുന്നുള്ളൊരു പേടിയും വേണ്ട. പെർഫെക്റ്റ് കാരമൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാരമൽ സോസ് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് മെൽറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂണ് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ ചൂടാക്കിയിട്ടുള്ള പാലാണ് പായസത്തിന് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാല് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാലൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ സേമിയ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സേമിയ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം നന്നായി തിളച്ച് സേമിയൊക്കെ വെന്തതിന് ശേഷമാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് കാരമൽ പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് കാരമൽ പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. എന്തായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് കാരമൽ പായസം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്